children, welcome back to my channel LK Illustra Maths Class. ഇന്ന് നമ്മൾ CBSE Arithmetic Progression Chapter 5ലെ Exercise 5.2ലെ തേർഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. See, in the following APs, find the missing terms in the boxes. കണ്ടോ, അപ്പോൾ ഇത് രണ്ടും അപ്ലോഡ് ചെയ്തതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് വണ്ണിൽ നോക്കിയാൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5, ദെൻ സെക്കൻഡ് വൺ ആൻഡ് തേർഡ് ഇവിടെ ഇല്ല, എം ടി ബോക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ രണ്ട് മെമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ദെൻ ഫോർത്ത് ടേം എന്താണ്, 9 and 1/2. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആ സമയം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ഈ മുന്നേ പഠിച്ചിട്ടുള്ള പോലത്തെ തന്നെ ടേംസ് തന്നെയാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അതായത് nth ടേം കാണാനുള്ള ഫോമുലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, മുന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയറായിട്ട് ആൻസേഴ്സ് മനസ്സിലാകുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേമിന് നമ്മൾ എന്താ പറയുക, A1, ദെൻ സെക്കൻഡ് ടേമിന് A2, ഇവിടെ A3, ഇവിടെ A4, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ ജനറൽ ഫോമുല വെച്ചിട്ട് നമ്മൾ ഈ A1നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എ എന്ന് തന്നെയായിരിക്കും അല്ലേ. ഈ ഫസ്റ്റ് ടേമിന് നമ്മൾ എങ്ങനെയാണ്, എ എന്ന് തന്നെയായിരിക്കും. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും, A+D ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി തേർഡ് ടേം എന്ന് പറഞ്ഞാലോ A+2D ആയിരിക്കും. കണ്ടോ, അതായത് ഈ ഒരു ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ കുറേ നമ്പേഴ്സുകൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 2, 8, 2, 4, 6, 8 ഇങ്ങനെ ഒരു ടേം, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എങ്ങനെ കാണുക, ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തില്ല, സെക്കൻഡ് ടേം ഇല്ല. ഓക്കെ, സോ ഇത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറൻസ്. 4 - 2 ചെയ്താൽ എത്രയാണ് കിട്ടുക, 2 അല്ലേ. 6 - 4 ചെയ്താലോ അപ്പോഴും 2 ആണ്. 8 - 6 ചെയ്താലോ അപ്പോഴും 2 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഈ ഡി എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ, അതായത് ഇപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ്, 2 ആണ് കിട്ടിയത്. ഒന്ന് നോക്കിയേ, 2 + 2 4, ആ ഡിഫറൻസ് 4 + 2 6. അപ്പോൾ മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് ഫസ്റ്റ് ടേം എ ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ആ എയുടെ കൂടെ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ടേം. ഇനിയോ തേർഡ് ടേം എന്ന് പറയുമ്പോൾ എയുടെ കൂടെ 2 ടൈംസ് ഡിഫറൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ എന്താ വരിക, A+3D. ഇത് നോക്കിയാൽ ഇത് ഫോർത്ത് ടേമാണ്. പക്ഷേ നമ്മളിവിടെ എഴുതുമ്പോൾ എങ്ങനെയാണ്, A+3D, 4ൽ നിന്ന് 1 കുറഞ്ഞതാണ്. ഇത് തേർഡ് ടേമാണ്. ഇവിടെ എഴുതിയപ്പോഴോ A+2D, 2ൽ നിന്ന് 1 കുറവ്. കണ്ടോ, അതുപോലെ A2 ചെയ്തപ്പോൾ A+T, 2ൽ നിന്ന് 1 കുറവ്. വിച്ച് മീൻസ് വാട്ട്, N-1 എന്ന് നമ്മളവിടെ പറയും അല്ലേ. N-1 എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകൾക്ക് എന്തുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. കണ്ടോ, 1, 2, 3, 4 അതിന് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്പർ എന്ന് പറയുക. സോ N-1 ഏതൊരു ടേം, എത്രാമത്തെ ടേം ആണെങ്കിലും അവിടെ N-1 ചെയ്യുമ്പോഴാണ് അതിൻ്റെ നമ്മുടെ ജനറൽ ഫോം ചെയ്യുക. ഇതാണ് നമ്മുടെ ജനറൽ ഫോം കേട്ടോ. A+D, A+2D, A+3D. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്കൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം മിസ്സിംഗ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, A1 ആണ്, A2, A3, A4. ഇതിൻ്റെ ജനറൽ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതുക, A, ഇത് വരുമ്പോൾ A+T, ഇവിടെ A+2D, ഇവിടെ A+3D. ഇനി അടുത്തുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, A+4D ആയിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലാസ്റ്റ് ടേം എടുക്കുക. ഏതാ ലാസ്റ്റ് ടേം, 9 and 1/2, വിച്ച് മീൻസ് വാട്ട്, ഫോർത്ത് ടേം. അതിൻ്റെ ജനറൽ ഫോമുല എത്രയാണ്, A+3Dയിൽ വരും അല്ലേ. സോ ഈ 9 and 1/2 മൈനസ് ഇത് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ളത് ആകെ ഈ 2 നമ്പേഴ്സാണ്. സോ നമുക്കതെടുത്തൂടെ, 9 and 1/2 -5 ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, A4 - A1. ഇത് ഏത് ടേമാണ്, A4 ആണ് അല്ലേ. A4 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, 4ാമത്തെ നമ്പറാണ്. ഓക്കെ, സോ A4 - A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. സോ 4ാമത്തെ ടേം A4ന് പകരം നമുക്ക് എന്തെഴുതാം, ഇവിടെ 9 and 1/2, A1 -5. ക്ലിയർ ആയല്ലോ? ഇനി ഈ A4 എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ഫോമുലയിൽ നമ്മൾ എന്തെഴുതിയത്, A+3D ആണ് A4. അപ്പോൾ A4ന് പകരം നമുക്ക് A+3D എഴുതാം. -A1ന് പകരം വെറുതെ A. കണ്ടോ, ഈക്വൽ ടു, ഇനി ഇതിനെടുക്കുക. 9 2s are 18, 18 + 1 19. സോ വി ഗോട്ട് വാട്ട്, 19/2 മൈനസ് ഈ 5. ഓക്കെ ആണല്ലോ. ഇനി ഞാനിവിടെ എന്താണ് ഈ 1 × ഇത്രയും നമുക്ക് കിട്ടുള്ളൂ അല്ലേ. നമുക്ക് ആക്ച്വലി കിട്ടുന്നത് എന്താ, 9 2s are 18 + 1 19/2 മൈനസ് ഈ 5 കിട്ടിയിട്ടുള്ളൂ. ഇത് എന്താ വെച്ചാൽ, ഇവിടെ എന്താ വെച്ചാൽ ഒരു നമ്പർ വെറുതെ കിടന്ന് അതിൻ്റെ അടിയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയേക്കുന്നത് എങ്ങനെയാണ്, 19 - 5/2 എന്നാണ്. അപ്പോൾ നമ്മൾക്ക്
സോറി 19/2 -5 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെ ഇട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്പറിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്, നമ്മൾ ഇതിൻ്റെ LCM നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളത്, ഒരു 1 ഉണ്ട്. സോ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും 2 കൊണ്ട് ഡിനോമിനേറ്ററെയും ന്യൂമറേറ്ററെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 19/2 -10/2. കണ്ടോ, ഇപ്പോൾ ഇത് ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. അപ്പോൾ 19 നിന്ന് 10 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടുക നമുക്ക്, 9/2. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് ചെയ്തപ്പോൾ 19/2 കിട്ടി, -5. ദെൻ ഇതിൻ്റെ ഇടയിൽ 1 ഉണ്ടെന്ന് അർത്ഥം. സോ 1 × 2, LCM 2 ആയതുകൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയില്ലേ. ഇനി നോക്കിയേ, a + 3d - a = 19 - 10/2 എന്ന് ഒറ്റ ഒരു ഇതിലിട്ടാൽ പോരെ, കാരണം രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഈക്വലൈസ് ചെയ്ത് /2 ആയി. ഇനി സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി, 19/2 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, നമ്മളിവിടെ എടുത്തെഴുതി a + 3d - a = 9/2. ഇവിടെ എന്തുകൊണ്ടാണ് വെട്ടിയിട്ടേക്കുന്നത് വെച്ചാൽ ഇത് പോസിറ്റീവ് എ ആണ്, ഇത് നെഗറ്റീവ് എ ആണ്. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ബാക്കി നമുക്ക് എന്താ ഉള്ളത്, 3d / 9/2. 3d = 9/2 കിട്ടി. ഇനിയോ ഇത് വേരിയബിൾ ആണല്ലോ, സോ വേരിയബിളിനെ മാത്രമായിട്ട് എടുക്കുക. d = എന്ത് കിട്ടി, 9/2. ഇവിടെ 3 × d എന്നാണ്. സോ അത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തിൽ വരും, ഡിവിഷനിൽ വരും. സോ 9/2 / 3 ആയി. ക്ലിയർ ആയല്ലോ. ദെൻ d = 9/3. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിന് എന്ത് ചെയ്യണം, ഇൻറ്റു ആക്കണം അല്ലേ. ഇവിടെ ഡിവിഷൻ ഇൻറ്റു ആയി കഴിയുമ്പോൾ എന്ത് പറ്റി, 3ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ നമ്മൾ പറയും. സോ 3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ 3 കിടന്നാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് അർത്ഥം, /1 ഉണ്ടെന്നാണ് അർത്ഥം. സോ ഇതിന് തിരിച്ചെഴുതുമ്പോൾ എന്ത് പറ്റി, 9/2 ഡിവിഷൻ എന്തായി മാറി, ഇൻറ്റു. ഇവിടെ ഇൻറ്റു വന്നാൽ ഇതിന് തിരിച്ചെഴുതുക. സോ 1/3 അല്ലേ. 3 ഇതിൽ എത്ര ടൈംസ് പോയി, 3 ടൈംസ് പോയി. സോ 3 × 1 എന്താണ്, 3/2. സോ നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്, 3/2 ആണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ. അങ്ങനെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ആ മിസ്സിങ് ആയിട്ടിരിക്കുന്ന ആ എംപ്റ്റി ബോക്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ മിസ്സിങ് ടേംസിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3/2 ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആരെയാണ്, 5 തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സോ സെക്കൻഡ് ടേം കാണണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻസ് ആയിട്ടുള്ള 3/2 ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ശരി, നമുക്കത് നോക്കാം. കണ്ടോ, A2 ആണല്ലോ, നമുക്കില്ലാത്തത് A2 ആണ്. സോ A2 എന്ന് എഴുതിയിട്ട് 5 + 3/2. ഇവിടെയും വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. എങ്ങനെയാണ്, ഇതാ 5 + 3/2 എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു സമ്മിന് ആൻസർ കണ്ടെത്താൻ സാധിക്കില്ല. നമ്മുടെ LCM ഈക്വലൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5ൻ്റെ അടിയിൽ ആരുണ്ടെന്ന് അർത്ഥം, 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ LCM എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയും × 2 ചെയ്യുക, ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 + 3/, കണ്ടോ, 1 × 2 2, ഇവിടെയും 2. സോ ഒരു 2 അങ്ങ് ഇട്ടാൽ പോരെ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 13/2 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, 5 + 3/1/2 ഇവിടെ അതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചത് മാത്രം. കണ്ടോ, 5 + 3/2 ആയിരുന്നു. LCM 2 ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ × 2 ഡിനോമിനേറ്റർ ആൻഡ് × 2 ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 5, ഡിനോമിനേറ്റർ 1. സോ 5 2s are what, 10. Then plus 3/2. കണ്ടോ, സോ വി ഗോട്ട് വാട്ട്, 13/2 കിട്ടി. ഇനിയോ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയത് എന്താണ്, A2 ആണ് നമ്മളിപ്പോൾ കണ്ടത്. A2 മീൻസ് ഇത് ഇവിടുത്തെ നമ്പറാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്, ഇവിടെ കിട്ടിയത് 13/2 ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഈ 13/2ൻ്റെ കൂടെ അടുത്ത നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 13/2ൻ്റെ കൂടെ നമ്മൾ ഡിഫറൻസ് ആയിട്ടുള്ള 3/2. സോ നമുക്കത് നോക്കാം. ഇനി A3 ആണ് കേട്ടോ ചെയ്യാൻ പോണേ. കണ്ടോ, നമുക്കിവിടെ കിട്ടിയത് എന്തായിരുന്നു, 13/2 ആയിരുന്നു. ഇനി 13/2ൻ്റെ കൂടെ വീണ്ടും നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 3/2 ആഡ് ചെയ്യുക. ഇവിടെ എന്താ, ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 13 + 3 എത്രയാണ്, 16. 16 / 2 അല്ലേ. ഇത് രണ്ടും കൂട്ടി വയ്ക്കരുത് കേട്ടോ. കുഞ്ഞു ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിച്ചു വരുന്നതല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിമായി ആ സെയിം തന്നെ ഇവിടെ എഴുതി വെച്ചു. 16/2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക, 8 2s അല്ലേ 16 കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ അടുത്ത ടേം, 8 എന്നുള്ള ടേം കിട്ടി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ എന്താണ്, ഇതാ ഇവിടുത്തെ ടേമാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ക്ലിയർ.
സോ ഇനി നമുക്ക് സെക്ഷനിലുള്ള 5th ക്വസ്റ്റ്യൻ ചെയ്യാം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് വൺ തന്നിട്ടില്ല, ദെൻ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ഇല്ല, ദെൻ തന്നിട്ടുള്ളത് ഏതാണ്, 6th ടേം -22 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇത്. എന്താണിത്, A1 A2 A3 A4 A5 ആൻഡ് A6. അതിൽ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്, A6 ഉണ്ട്, A2 ഉണ്ട്, അതായത് സെക്കൻഡ് ടേമും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് 6th ടേമും ഉണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ളതിനെ വെച്ചിട്ട് തുടങ്ങാം. കണ്ടോ, A6 - A2 തന്നിട്ടുള്ളത് ഏതാ, A6 ആണ്, പിന്നെ ഏതാ തന്നിട്ടുള്ളത്, A2 ആണ്. സോ A6 - A2. അപ്പോൾ എന്താ ഇവിടെ A6 എന്ന് പറഞ്ഞാൽ -22 മൈനസ് ഇവിടെ എന്താ ഉള്ളത്, 38. ഈ രണ്ട് നെഗറ്റീവുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം നോക്കിയാൽ A6 - A2 ഈക്വൽ ടു -60. കണ്ടോ, -22 -38 രണ്ട് നെഗറ്റീവുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പക്ഷേ ആൻസറിൽ എന്ത് വരും, നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ജനറൽ ഫോം ആയിട്ടുള്ളത്, നമ്മുടെ ജനറൽ ഫോം അറിയാമല്ലോ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, A എന്ന് തന്നെയായിരിക്കും. ഇവിടെ വരുമ്പോഴോ സെക്കൻഡ് ടേമിൽ വരുമ്പോൾ A+D, തേർഡ് ടേമിൽ വരുമ്പോഴോ A+2D, ഫോർത്ത് ടേമിൽ വരുമ്പോൾ A+3D, ദെൻ ഫിഫ്ത്ത് ടേമിൽ വരുമ്പോൾ എന്താണ്, A+4D, 6th ടേമിൽ വരുമ്പോൾ A+5D. മുന്നത്തെ കണക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, 6th ടേം ആണെങ്കിൽ ഒന്ന് കുറവായിരിക്കും ഇവിടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, A6 - A2 ഈക്വൽ ടു -60 എന്ന് എഴുതിയ സ്ഥാനത്ത് നമുക്ക് A6ന് പകരം A+5D എന്ന് എഴുതാം. 6 ഒന്ന് കുറവാണ്. ഇനി ഇത് വന്നിട്ടോ -A2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ജനറൽ ഫോമിൽ വരുന്നത് A+D അല്ലേ. കണ്ടോ, A+D. സോ A+D ഈക്വൽ ടു -60. കേട്ടോ, A6ന് പകരം A+5D എന്നും A2ന് പകരം A+D, ഇത് രണ്ടും എന്താണ്, ജനറൽ ഫോം എഴുതി, ദെൻ -60. കണ്ടോ, പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇത് ഒരൊറ്റൊരു ടേമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൽ കൊടുക്കണം, ബ്രാക്കറ്റിൽ കൊടുക്കണം, മറക്കരുത്. ബ്രാക്കറ്റിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആൻസർ തെറ്റും. ഇനി നോക്കിയേ, A+5D ഇത് മൈനസ്, ഈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെയൊക്കെ സൈൻ എന്തായി പോകും, നെഗറ്റീവ് ആകണ്ട. -A ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ -A, ദെൻ മൈനസ് ഇൻറ്റു ഇവിടെ ഞാൻ പറഞ്ഞ ഇതായി പോയിട്ട് മൈനസ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, -A ആണ് കിട്ടുക. ഇനി മൈനസ് ഇൻറ്റു പോസിറ്റീവ് D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -D ആയിരിക്കും കിട്ടുക. കണ്ടോ, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ സൈനുകൾ ചേഞ്ച് ചെയ്യും. കാരണം ഇവിടെ മൈനസ് അല്ലേ. സോ മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസുകളൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, A+5D -A -D. ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം, ടെലേ തെറ്റും. സോ ഈക്വൽ ടു -60. ഇനി നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് എയും ഇവിടെ നെഗറ്റീവ് എയും ആണ്. സോ നമ്മൾ കട്ട് ചെയ്യാം. ഇനിയോ പോസിറ്റീവ് 5Dയും നെഗറ്റീവ് D ആണ്. സോ ഈ ഡിയുടെ മുന്നിൽ ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് 5 - 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 4. പിന്നെ ഈ D ഇടുക. അപ്പോൾ 4D ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, -60 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, D ഈക്വൽ ടു ചെയ്യണം അല്ലേ. കണ്ടോ, D ഈക്വൽ ടു -60/4. കാരണം 4D ആണ്, മീൻസ് എന്താണ്, 4 × D ആയിരുന്നു. സോ 4ന് ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ ഇൻറ്റു അല്ലേ, അതുകൊണ്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡിവിഷനിൽ വരും. സോ -60/4 ആണ്. ഈക്വൽ ടു എന്ത് കിട്ടി, 4 ഇതിൽ എത്ര ടൈംസ് പോകും, 15. പക്ഷേ ഈ നെഗറ്റീവും നമുക്കിവിടെ വേണം. സോ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്, ഡിഫറൻസ് ആണ് കിട്ടിയത്. കണ്ടോ, therefore D ഈക്വൽ ടു വാട്ട്, -15. ക്ലിയർ ആയോ അത്രയും കാര്യം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഡിഫറൻസ് ആക്കി കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ മിസ്സിംഗ് നമ്പർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മിസ്സിംഗ് നമ്പറിൽ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാൽ ഫസ്റ്റ് A1 തന്നെ നമുക്കില്ല അല്ലേ, ഫസ്റ്റ് ടേം നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമല്ലേ കാണേണ്ടേ. എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ കിട്ടിയ ഡിഫറൻസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറ്റുന്ന, കുറച്ചാണ് പോകണം, ഡിഫറൻസ് കുറയ്ക്കണം. ഈ ടേമിൽ നിന്നും ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എടുത്ത് കിട്ടും. എന്നാൽ റൈറ്റിലേക്ക് പോകുമ്പോഴോ ഈ ടേമിൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകണം. കണ്ടോ, അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ടേം എന്താണെന്ന് കാണാൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡിഫറൻസ് എത്രയായിരുന്നു, ഡിഫറൻസ് എന്ന് പറയുന്നത് -15 ആയിരുന്നു ഡിഫറൻസ് അല്ലേ, -15. അപ്പോൾ നമുക്കത് ചെയ്യാം. A1 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 38 - -15. കണ്ടോ, അപ്പോൾ എന്ത് ചെയ്യണം, 30, അതായത് സെക്കൻഡ് ടേം മൈനസ് ഡിഫറൻസ് എന്നാണ്. സോ ഡിഫറൻസ് നമുക്ക് കിട്ടിയത് -15 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A1 ഈക്വൽ ടു 38, ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി, +15. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടിയത്, 53 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ടേം ആണല്ലോ ഇത്. അപ്പോൾ ഇനി നമ്മളിനി കാണേണ്ടത് ഏതാണ്, തേർഡ് ടേം ആണ്.
തേർഡ് ടേം കണ്ടോ, തേർഡ് ടേം കാണാൻ നേരത്ത് എന്താണ് A3 കാണാനായിട്ട് എന്തെടുത്താൽ മതി, ഈ സെക്കൻഡ് ടേം ആയിട്ടുള്ള 38 എടുത്തിട്ട് പ്ലസ് -15 കണ്ടോ, 38 പ്ലസ് -15 എന്ന് പറയുമ്പോൾ എന്താ, ഇത് രണ്ടും കൂടി സെക്കൻഡ് ടേമും ഡിയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 23 കിട്ടും. അതായത് +38ഉം -15ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 23 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ടേം കാണണം, A4 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ 23നെ എടുക്കുക അല്ലേ, 23 പ്ലസ് -15 ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8ഉം കിട്ടി കണ്ടോ. ഇനി അപ്പോൾ 8 കിട്ടി. ഇനിയോ ഈ 8 A5 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 8 വെച്ച് ഈ 8 പ്ലസ് നമ്മുടെ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, -7 കിട്ടി. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു എന്ന് നോക്കിയാൽ, 53, 23, 8, -7 കണ്ടോ. നമുക്ക് എടുത്തത് കൂടെ ഫസ്റ്റ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 53 കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ 38 എന്നുള്ളത് നമുക്കവിടെ തന്നിട്ടുണ്ട്. ഈ 53 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ കിട്ടിയത്, 38 ഉണ്ട്. ദെൻ ഇവിടെ എന്തായിരുന്നു, 23 കിട്ടി കണ്ടോ. മിസ്സിങ് നമ്പറാണ് കേട്ടോ, ഇതും മിസ്സിങ് ആണ്, ഇത് നമ്പറാണ്, ഇതും നമ്പർ മിസ്സിങ് ആണ്. 23 കഴിഞ്ഞിട്ട് പിന്നെ എന്താ കിട്ടിയത്, 8 കിട്ടി. അടുത്തത് എന്താണ്, 7 കിട്ടി. ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് എന്തായിരുന്നു, -22. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ കണ്ടോ. ഇത് നമ്മൾ മിസ്സിങ് ആയിട്ടുള്ളത് 1, 2, 3 and 4 നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് കേട്ടോ ആൻസർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി 4th ക്വസ്റ്റ്യൻ ചെയ്യാം. 4th ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, -4, ദെൻ ഇവിടെ എം ടി ആണ്, ഇവിടെ തന്നിട്ടില്ല, ഇവിടെ 4 എണ്ണം നമുക്ക് തന്നിട്ടില്ല, 4 ടേംസ് തന്നിട്ടില്ല, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് 6. അപ്പോൾ ഇതിനെ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ടേം ആയതുകൊണ്ട് അതിന് A1 പറയും, സെക്കൻഡ് ടേമിന് A2, ദെൻ തേർഡ് ടേം A3, ഫോർത്ത് ടേം A4, ഫിഫ്ത്ത് ടേം A5, ദെൻ സിക്സ്ത് ടേം A6. ഇങ്ങനെയാണ് നമ്മളിതിനെ പറയുന്നത് അല്ലേ. അതായത് A1, A2, A4 ഒക്കെ എന്തെന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്, ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ, A3, A4 അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ ജനറൽ ഫോർമുല എന്ന് എഴുതാം നമുക്ക് കണ്ടോ. ഇതിന് നമ്മൾ എന്താ പറയുക, A എന്ന് പറയും. ഇനി ഇതിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെ പറയുക, A, A+T കണ്ടോ. ഈ എയുടെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഇവിടുത്തെ നമ്പർ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ നമ്പറിനെ എന്താ പറയുക, A+T, ഇവിടെ വന്നപ്പോൾ നോക്കിയേ A+2D ആയി. അടുത്തതോ A+3D, A4ന് A+3D. ഇനി A5ന് എന്താ പറയുക, A+4D, 5ൽ നിന്ന് 1 കുറവല്ലേ. ഇനി A6ന് എന്ത് പറയും, A+5D കണ്ടോ, 6ൽ നിന്ന് 1 കുറവ്. അപ്പോൾ എല്ലാത്തിലും നോക്കിയില്ല, ഇതിൽ നിന്ന് 1 കുറവാണ്. ഇവിടെ ഫിഫ്ത്ത് ടേം ആകുമ്പോൾ 4D ആണ്, ഫോർത്ത് ടേം ആകുമ്പോൾ കണ്ടോ 3D ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ജനറൽ ഫോർമുല എന്താണ്, A, A+T, A+2D, A+3D, A+4D, A+5D. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, A1ഉം നമ്മുടെ കയ്യിലുണ്ട്, ദെൻ എന്തുണ്ട്, A6ഉം ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ 4 ടേംസിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ A6 എടുക്കണം. A6 മീൻസ് വാട്ട്, 6 ആയിരിക്കും. A6 മൈനസ് A1 ഇതാണ് തന്നിട്ടുള്ളത്. സോ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് കണ്ടോ. A6 മൈനസ് A1 വിച്ച് മീൻസ് വാട്ട്, 6 മൈനസ് ഈ മൈനസ് ഏതാണ്, ഈ മൈനസ് ആണ്. പിന്നെ A1 എന്ന് പറയുന്നത് എന്താ നമുക്കിവിടെ തന്നിട്ടുള്ളത് കണ്ടോ, -1. സോ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, -4, അത് ബ്രാക്കറ്റിലിട്ട് ചെയ്യുക കേട്ടോ. ഇനി നോക്കിയേ, A6 മൈനസ് A1 ഈക്വൽ ടു 6. നോക്കിയേ, മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറി, +4. ക്ലിയർ ആയോ, ഇവിടെ 2 മൈനസാണ്, സോ അത് പ്ലസ് ആവുക. അത് മീൻസ് എന്താണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ 6 + 4 ആയി. ഇനി നോക്കിയേ, A6 മൈനസ് A1 ഈക്വൽ ടു 6 + 4 10. ക്ലിയർ ആയല്ലോ. അടുത്തതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ A6ന് പകരം A6ൻ്റെ ജനറൽ ടേം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, A6ൻ്റെ താഴെ ഞാൻ എന്താ എഴുതിയിട്ടുണ്ട്, ഇതാണ് A6 എന്നുള്ള ടേം. ഇതെൻ്റെ പൊസിഷൻ കാണിച്ചു. അപ്പോൾ അതിന് ജനറൽ ടേം എന്ത് വരും, A+5D. എത്രാമത്തെ ടേമാണോ അതിലൊന്ന് കുറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതേണ്ടത്, A6ന് പകരം നമ്മൾ A+5D എന്ന് എഴുതി, മൈനസ് A ഈക്വൽ ടു ഈ 10 എഴുതി കണ്ടോ. നമുക്ക് കിട്ടിയത് ആക്ച്വലി എന്തായിരുന്നു, A6 മൈനസ് A1 ഈക്വൽ ടു 10 എന്നാണ് കിട്ടിയത്. അപ്പോൾ A6ന് പകരം നമ്മൾ എന്ത് എഴുതണം, A+5D ദെൻ മൈനസ് A ഈക്വൽ ടു 10. ഇനി എന്ത് ചെയ്യണം, ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസിറ്റീവ് A ആണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് A ആണ്. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് എന്നാൽ കട്ട് ചെയ്യാലോ. ബാക്കി എന്താ ഉള്ളത്, നമുക്ക് 5D ആണ്. സോ 5D ഈക്വൽ ടു 10.
ഇനി ഇവിടെ ഇത് 5 ഇൻറ്റു ഡി എന്നാണ് മീനിങ്. ഫോർ ഡി ഈക്വൽ ടു 10 ഇൻറ്റു ആയതുകൊണ്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വെച്ച് ഡിവിഷനിൽ വരും. സോ ഇതിൽ എത്ര ടൈംസ് പോയി? 5 10ൽ 2 ടൈംസ് പോയി. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടിയല്ലേ 2. ഇനി ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ? നമ്മുടെ ജനറൽ ഫോർമുല എന്താണ്? കണ്ടോ, എ പ്ലസ് ടി, എ പ്ലസ് 2d, എ പ്ലസ് 3d, എ പ്ലസ് 4d ആൻഡ് എ പ്ലസ് 5d. അപ്പോൾ നമ്മളിപ്പോൾ ഡി കണ്ടുപിടിച്ചു. ഡി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതിൽ നിന്ന് ഇതൊക്കെ സബ്ട്രാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡി എത്രയാണ് കിട്ടിയത്? 2 ആണ്. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് അത് ചെയ്യാമല്ലോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എല്ലാം നമുക്ക് ഈസി ആയിട്ടിവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ആ ജനറൽ ഫോർമുല ഒന്നും കൂടെ എടുത്ത് എഴുതി കേട്ടോ. എ പ്ലസ് ടി, എ പ്ലസ് 2d, എ പ്ലസ് 3d ആൻഡ് എ പ്ലസ് 4d, എ പ്ലസ് 5d ഇങ്ങനെ നമ്മൾ എഴുതിയ ടേംസിന് വരാം. അപ്പോൾ നമുക്ക് എ നമ്മുടെ കയ്യിലുണ്ട്. ആരായിരുന്നു അത്? -4 ആയിരുന്നു. ഡി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 2 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഇത് ഫസ്റ്റ് ടേമാണിത്, അതിൽ ഡിയും കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ഡി അല്ലേ? സോ എ എന്ന് പറയുന്ന ആരാണ്? -4ഉം ഈ 2ഉം കൂടി ആഡ് ചെയ്താൽ മതി. ഇതേ നമുക്ക് നോക്കാം. കണ്ടോ, സെക്കൻഡ് ടേം ആയിട്ടുള്ള എ പ്ലസ് ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? -4 + 2. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2 കിട്ടി. അപ്പോൾ ഈ -2 എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മുടെ സെക്കൻഡ് ടേം ആണ്. സോ ഈ ഡാഷിൻ്റെ ഇടം നമുക്ക് എഴുതിക്കൂടെ നമ്മുടെ -2 എന്ന്? ഇനി അടുത്തത് നമുക്ക് തേർഡ് ടേം ആണ് കാണേണ്ടത്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണത്? എ പ്ലസ് 2d ആണല്ലോ. സോ എ പ്ലസ് 2d എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമുക്ക് 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടിയ 2ൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. കണ്ടോ, അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ -2 + 2 ഈക്വൽ ടു എന്ത് കിട്ടി? -2ഉം + 2ഉം കൂടെ ചെയ്താൽ എന്താ കിട്ടുക? 0 കിട്ടും. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? തേർഡ് ടേമാണ്, അതായത് A3 ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് -2 കിട്ടി. ഇനി -2ൻ്റെ കൂടെ വീണ്ടും നമ്മുടെ 2 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ 0 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 0യുടെ കൂടെ വീണ്ടും ആ 2 ആഡ് ചെയ്താൽ പോരെ? ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും. വീണ്ടും ഈ 2ൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഇവിടെ 4 കിട്ടും. നോക്കിയാൽ ആ 4ൻ്റെ കൂടെ അഗെയിൻ 2 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 6 കിട്ടി. കണ്ടോ, അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് 0 കിട്ടിയത്. അപ്പം നമ്മുടെ A + 3d കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 0യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 2 കിട്ടി. കണ്ടോ, അടുത്തത് ലാസ്റ്റ് കണ്ടോ, ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്തത്? ഫിഫ്ത്ത് ടേം കിട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? 2 + 2 = 4. പിന്നെ സിക്സ്ത് ടേം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.